ഹലോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണി ഇന്ന് പരിചയപ്പെട്ടാലോ. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, മസാല, ഉപ്പ്, മഞ്ഞൾ, മുളക് എന്നിവ ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ 1/2 kg, ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പുതിനയില, മല്ലിച്ചപ്പ് പേസ്റ്റ്, ബിരിയാണി മസാലക്കൂട്ട്, 3 ചെറിയ തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, 4 വലിയ ഉള്ളി. പൊടികൾ മഞ്ഞൾ, മുളക്, മല്ലി, ആവശ്യത്തിന് 1/4 കപ്പ് തൈര്. ആദ്യം തന്നെ ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും മല്ലിയിലയും പച്ചമുളകും ചേർക്കുക. മസാല തയ്യാറാക്കുന്ന സമയത്ത് തക്കാളിയും ഉള്ളിയും ഒരുപാട് വേവുന്ന രീതിയിലാവാതെ പകുതി വേവിൽ വേണം ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ മസാല തയ്യാറാക്കി റൈസ് അതിൽ ഒരുപാട് നേരം വേവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ആക്കണമെന്നില്ല. ചെറുതായിട്ട് ഹാഫ് കുക്ക് പോലെ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് അരയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ളീൻ്റെ അകത്തേക്കും തക്കാളീൻ്റെ അകത്തേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ മസാലേൻ്റെ കൂടെ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ചെയ്യാം. അടുത്തതായിട്ട് പൊടികൾ ഓരോന്നായിട്ട് ഈ മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിക്കാം. ഈ സമയം നേരത്തെ മസാല ചേർത്ത് മാറ്റി വെച്ച് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അത് മിക്സിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല എന്നിവയാണ്. ഇനി തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി അടച്ചു വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് വേവിക്കാം. വേവുന്ന സമയത്ത് ബിരിയാണീൻ്റെ റൈസിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. ബിരിയാണീൻ്റെ റൈസ് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മസാല വെന്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഈ സമയം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മസാല വേവിക്കാനായിട്ട് നോക്കാം. അവസാനം മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, മല്ലിയില എന്നിവ ചേർക്കുക. പത്ത് മിനിറ്റിന് ശേഷം റൈസും മസാലയും വേറെ എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ തന്നെ പാത്രങ്ങളിലായിട്ട് മാറ്റാം. അതിനുശേഷം റൈസും മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലർക്ക് ഇത് ഇങ്ങനെ ആയിട്ടായിരിക്കില്ല ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് റൈസും മസാലയും സെപ്പറേറ്റഡ് ആയിട്ട് കഴിക്കാം. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ സ്വാദോടുകൂടി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.